എല്ലാവർക്കും എൻ്റെ എളിയ നമസ്കാരം. നമ്മളിപ്പോൾ പറയാൻ പോകുന്ന വാമനാവതാരം. വാമനാവതാരം ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ പറയാൻ കാരണം ഇത് നമ്മുടെ ശ്രീമദ് ഭാഗവതത്തിൽ 16 മുതൽ 23 വരെയുള്ള ശ്ലോകങ്ങൾ, അതായത് സ്കന്ധം 8 അധ്യായം 16 മുതൽ 23 വരെയുള്ള ശ്ലോകങ്ങളാണ് അടങ്ങിയതാണ് ഈ വാമനാവതാരം. ഞാൻ അന്ന് പറയുമ്പോൾ ഞാൻ കഥകൾ മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ. ഈ ശ്ലോകം എത്തിയിരുന്നില്ല. അതെൻ്റെ പ്രിയതമയാണ് വായിക്കുന്നത്. ആ സമയത്ത് എത്തിയിരുന്നില്ല. ഇപ്പോഴാണ് അത് പറയുന്നത്. അപ്പോൾ ഈ പ്രഭാഷണത്തിന് തൊട്ട് മുമ്പ് അത് കഴിയും. അത് കഴിഞ്ഞ ഉടനെ ഇത് തുടങ്ങും. അപ്പോൾ നിങ്ങൾക്ക് അതും ഇതും കൂടി കൈകോർത്ത് നോക്കുന്ന സമയത്ത് ആ വായനയുടെ അർത്ഥം നിങ്ങൾക്ക് അറിയാൻ കയ്യോടുകൂടി കഴിയണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഞാനിത് പറയുന്നത്. ഇനി നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. വാമനാവതാരത്തിന് എന്താണ് കാരണം? ഭഗവാൻ അവതരിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവണമല്ലോ. കാരണമില്ലാതെയൊക്കെ സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ വാമനാവതാരത്തിന് വാമനനായി അവതരിക്കാനുള്ള കാരണം എന്താണ്? നമുക്കതിനെപ്പറ്റി ചിന്തിക്കാം. മഹാബലി നാട് വഴുന്ന കാലത്ത് അദ്ദേഹം പാതാളത്തിലാണ് വാണിരുന്നത്. അവിടെ 14 ലോകം അറിയത്തക്ക വിധത്തിൽ ശ്രേഷ്ഠനായി രാജ്യം ഭരിച്ചുകൊണ്ടിരുന്നു. എല്ലാം കൊണ്ടും ശ്രേഷ്ഠൻ. ദുർഭരണം പറഞ്ഞില്ല. ആളുകൾക്ക്, സ്ത്രീകൾക്ക് സുഖമായി സഞ്ചരിക്കാം. ഭക്ഷ്യധാന്യങ്ങൾക്ക് കുറവില്ല. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ പേര് ലോകം മുട്ടുക്കെ പറഞ്ഞു. ഭക്തപ്രഹ്ലാദൻ്റെ പേരക്കുട്ടിയാണ്, പൗത്രനാണ് ഇദ്ദേഹം. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ പേര് അനുദിനം ലോകമെമ്പാടും 14 ലോകവും സൽപ്പേര് വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന സമയമുണ്ട്. ഇത് കണ്ട സമയത്ത് ദേവലോകത്തെ ദേവേന്ദ്രന് സഹിക്കാൻ വയ്യാതെയായി. അദ്ദേഹം വളരെ നല്ല മനുഷ്യനാണ് കേട്ടോ. ഞാൻ എപ്പോഴും പറയാറുണ്ട് വളരെ നല്ല മനുഷ്യനാണ്. എന്തുകൊണ്ടറിയോ? ആരും നന്നാവുന്നത് കണ്ടുകൂടാ. ഒരാളും അയാളെക്കാളും മേലെ പോകുന്നത് ഇഷ്ടമല്ല. അവരെ താഴ്ത്താൻ വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യും. അങ്ങനത്തെ ഒരു മനുഷ്യനാണ്. ഇങ്ങനെ ഒരു സ്വഭാവക്കാരനാണ്. പിന്നെ സഹിക്കണോ? അപ്പോൾ അദ്ദേഹം വിചാരിച്ചു, ഈ മഹാബലി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ദേവേന്ദ്ര സ്ഥാനം പോവും. കസേല തെറിക്കും, സിംഹാസനം തെറിക്കും, മാത്രമല്ല ദേവലോകവും നഷ്ടപ്പെടും. അപ്പോൾ അതിനെന്താ മാർഗം എന്നാലോചിച്ച സമയത്ത് അദ്ദേഹം കണ്ടുപിടിച്ച മാർഗം എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, എല്ലാവരെയും കൂട്ടി, അതായത് പുന്നര ഗന്ധർവന്മാരെ എല്ലാവരെയും കൂട്ടിക്കൊണ്ട് പാതാള ലോകത്തെ ആക്രമിക്കുക. അതായത് മഹാബലിയെ ആക്രമിക്കുക എന്നുള്ള ഉദ്ദേശത്തോട് ഒരു പടകളോടുകൂടി പാതാളത്ത് പോയി മഹാബലിയെ ആക്രമിച്ചു. പെട്ടെന്നുള്ള ഒരു ആക്രമണം ആയതുകൊണ്ട്, അപ്രതീക്ഷിതമായതുകൊണ്ട് ഒരുപാട് അസുരന്മാർ മരിച്ചുപോയി. പക്ഷേ അവിടെ ശുക്രാചാര്യരുള്ളതുകൊണ്ട് അവരെയെല്ലാം മൃതസഞ്ജീവിനി എന്ന മന്ത്രം ഉപയോഗിച്ച് അസുരന്മാരെയെല്ലാം ജീവിപ്പിച്ചു. ഈ മൃതസഞ്ജീവിനി അദ്ദേഹത്തിന് മാത്രമേ അറിയുള്ളൂ. ഇത് ഞാൻ പല കഥകളിലും പറഞ്ഞിട്ടുണ്ട്. ഇനിയും പല സന്ദർഭങ്ങളിലും വരും. അത് ഞാൻ പറയാം. അപ്പോൾ അത് ഉപയോഗിച്ച് അസുരന്മാരെയൊക്കെ രക്ഷപ്പെടുത്തി. ഈ ദേവന്മാർ കുറേ ചത്തുപോയി. ഈ ദേവേന്ദ്രനും തിരിച്ചുപോയി. അപ്പോൾ മഹാബലിക്ക് ഇതൊരു വിഷമായി മനസ്സിന്. ഞാൻ ഒന്നും ചെയ്യാതെ നല്ല ഭരണം കാഴ്ചവെച്ചിട്ടും സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടും എന്നെ ഇങ്ങനെ ഉപദ്രവിച്ചല്ലോ. അതുകൊണ്ട് ഇതിന് എന്തെങ്കിലും മാർഗം കാണണം, ദേവേന്ദ്രന് ഒരു പാഠം പഠിപ്പിക്കണം എന്ന് നിശ്ചയിച്ച് ഗുരുവിൻ്റെ അനുഗ്രഹം വാങ്ങി. അദ്ദേഹത്തിന് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ടാവും കേട്ടോ. നമ്മളെ പോലെയല്ല, ശ്രേഷ്ഠനാണ്. അസുരജന്മത്തിൽ പിറന്നു എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ദേവഗുണങ്ങളാണ്. ദേവഗുണങ്ങൾ കൂടിയല്ല, ദേവന്മാരുടെ ഗുണങ്ങളല്ല അദ്ദേഹത്തിനുള്ളത്. ദാനധർമാദികളിൽ പ്രമുഖനാണ്. ആരെന്ത് ചോദിച്ചാലും എപ്പോൾ ചോദിച്ചാലും കൊടുക്കും. അങ്ങനത്തെ ഒരു സ്വഭാവകാരനാണ്. എന്തോ ജന്മ ദുരിതം കൊണ്ട് അദ്ദേഹം ഇതിൽ പിറന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹം എല്ലാ ഗുരുനാഥൻ്റെ ശുക്രാചാര്യരുടെ അനുഗ്രഹം വാങ്ങി ദേവലോകത്ത് ആക്രമിച്ചു. ഭയങ്കരമായ യുദ്ധം നടന്നു.
ദേവേന്ദ്രൻ്റെ സിംഹാസനം തെറിച്ചു. അദ്ദേഹം പ്രതീക്ഷിച്ച പോലെ തന്നെ സംഭവിച്ചു. സിംഹാസനം തെറിച്ചു. ദേവേന്ദ്രൻ ഒളിവിലായി. പല അവിടെ സ്വർഗത്തിലുണ്ടായിരുന്ന വാസികളും ഒളിവിൽ പോയി. ഭയന്നിട്ട് ഒരുപാട് ആൾ മരിക്കുകയും ചെയ്തു. എന്നാൽ മഹാബലിയുടെ ശ്രേഷ്ഠത നിങ്ങൾ ഇവിടെയാണ് മനസ്സിലാക്കേണ്ടത്. ശത്രുവിനെ ആക്രമിച്ച് കീഴടക്കി. എന്നാൽ അദ്ദേഹം അവിടെ കാഴ്ചവെച്ച ഭരണവും വളരെ വളരെ ഗംഭീരമായിരുന്നു. സ്വർഗത്തെ സ്വർഗലോകമാക്കി മാറ്റി എന്നാണ് പറയുന്നത്. സ്വർഗത്തെ സ്വർഗലോകമാക്കി മാറ്റി. അതായത് ദേവേന്ദ്രൻ ഭരിച്ചിരുന്നതിനേക്കാളും എത്രയോ ഉപരി സൽക്കർമ്മങ്ങളും ചെയ്ത് എല്ലാവർക്കും എല്ലാ സുഖവും ചെയ്ത്. അവിടെ അദ്ദേഹത്തിൻ്റെ കൂടെ പോയിരുന്ന കുറേ അസുരന്മാരുണ്ടായിരുന്നു, രാക്ഷസന്മാരുണ്ടായിരുന്നു. പക്ഷേ അവരെ ആരെ കൊണ്ടും രാക്ഷസഭാവങ്ങൾ കാട്ടാൻ അദ്ദേഹം അനുവദിച്ചിരുന്നില്ല. അവിടെ സ്ത്രീകൾക്ക് എപ്പോൾ വേണമെങ്കിലും സഞ്ചരിക്കാമായിരുന്നു, എന്ത് വേണമെങ്കിലും ലഭിക്കുമായിരുന്നു. അങ്ങനെ സ്വർഗത്തെ സ്വർഗമാക്കി മാറ്റി അവിടെ ഭരണം തുടങ്ങി. ഇനി ഭൂമിയിൽ എന്താ സംഭവിച്ചത് നോക്കാം. അദ്ദേഹം അവിടെ ഭരിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. ഭൂമിയിൽ കശ്യപ പ്രജാപതി എന്നൊരു മഹർഷിയുണ്ട്. അദ്ദേഹത്തെ പറ്റി ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ട് ഇനിയും പറയാം. അദ്ദേഹത്തിന് 13 ഭാര്യമാരിൽ ഒരു ഭാര്യയാണ് ദിതി. 2 ഭാര്യമാരിൽ ഒരാൾ അതിഥി. ഈ അതിഥിയുടെ പുത്രനാണ് ദേവേന്ദ്രൻ. അതിഥിയുടെ പുത്രനാണ് ദേവേന്ദ്രൻ. അപ്പോൾ ദേവേന്ദ്രന് സ്വന്തം പുത്രന് സ്ഥാനം നഷ്ടപ്പെട്ടപ്പോൾ അമ്മയ്ക്ക് സ്വാഭാവികമായി വേദന ഉണ്ടായി. അപ്പോൾ ആ അമ്മ എന്തു പറഞ്ഞു വെച്ചാൽ കശ്യപ പ്രജാപതിയോട് പോയി പറഞ്ഞു, നമ്മുടെ പുത്രൻ ഇങ്ങനെ സ്ഥാനം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഒരു അസുര രാജാവ് അവിടെ ഭരിക്കുകയാണ്. അത് വലിയ അദ്ദേഹത്തിന്, എൻ്റെ പുത്രന് ആ സിംഹാസനം വീണ്ടെടുത്ത് കൊടുക്കണം എന്ന് ഭർത്താവിനോട് അതിഥി അപേക്ഷിച്ചു. കശ്യപ പ്രജാപതിയാണെങ്കിൽ 3 ലോകം അറിയുന്ന ആളാണ്, ത്രിലോകജ്ഞാനിയുമാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, പ്രേതമേ, നീ പറയുന്നതിൽ സത്യസന്ധതയില്ല. സത്യസന്ധത എന്ന് വെച്ചാൽ ന്യായമില്ല എന്നർത്ഥം. എന്താ ന്യായമില്ലാതെ പറയാൻ കാരണം? ഈ അസുര രാജാവ്, അദ്ദേഹം അസുര രാജാവ് എന്നുള്ളതാണ് ഒരേ ഒരു സത്യം മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാം കൊണ്ടും അദ്ദേഹം ശ്രേഷ്ഠനാണ്. 1000 അശ്വമേധയാഗങ്ങൾ നടത്തിയ ആളാണ്. വിശ്വജിത്ത് എന്ന യാഗം നടത്തി ലോകത്തിലെ എല്ലാ രാജാക്കന്മാരും എല്ലാ മനുഷ്യന്മാരും പുകഴ്ത്ത തന്നെയുള്ള കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്, ചെയ്തുകൊണ്ടും ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു മഹാനെ നമ്മൾ എതിർക്കുക അല്ലെങ്കിൽ കീഴടക്കുക എന്നത് ധർമ്മമല്ല, അധർമ്മമാണ്. അത് ചെയ്യാൻ പാടില്ല. അയാൾ അസുരനാണോ ദേവനാണോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ കർമ്മം, എന്ത് കർമ്മം ചെയ്തു, എന്ത് കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുകൂടെ ചിന്തിക്കണം. അതുകൊണ്ട് ഇത് ഞാൻ മുൻകൈയെടുക്കില്ല എന്ന് പറഞ്ഞു. പിന്നെയും അതിഥി ഭർത്താവിനോട് പറഞ്ഞു, എൻ്റെ പുത്രനാണ് അവന്. പുത്രന്മാർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അത് മാതാപിതാക്കൾക്ക് സഹിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് എന്തെങ്കിലും മാർഗം കാണണം. ഇങ്ങനെ അതിഥിയുടെ നിർബന്ധം കൂടിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതിന് ഒരേ ഒരു മാർഗമേ ഉള്ളൂ. സാക്ഷാൽ ഭഗവാൻ, അതായത് വൈകുണ്ഠേശ്വരൻ വിചാരിച്ചാൽ മാത്രമേ ഇതിന് മാർഗമുള്ളൂ. അതുകൊണ്ട് പായോവേശം എന്ന വ്രതം ഞാൻ ഉപദേശിച്ചു തരാം. ആ വ്രതം ചെയ്ത് ഭഗവാനെ, മഹാവിഷ്ണുവിനെ പ്രത്യക്ഷപ്പെടുത്തുക. അദ്ദേഹം അരുൾ ചെയ്യുന്ന പോലെ അനുസരിക്കുക എന്ന് കശ്യപമുനി തൻ്റെ ഭാര്യയായ അതിഥിക്ക് പറഞ്ഞു കൊടുത്തു. അതനുസരിച്ച് അതിഥി പായോവേശം എന്ന വ്രതം വളരെ വളരെ കഠിനമായി ചെയ്തു. അതുകൊണ്ട് മഹാവിഷ്ണു പ്രത്യക്ഷപ്പെട്ട ശേഷം അദ്ദേഹം ചോദിച്ചു, നിങ്ങൾക്ക് എന്ത് വരമാണ് ആവശ്യം, അത് ഞാൻ തരാം എന്ന് പറഞ്ഞു.
ഇവിടെ ഒരു വിചിത്രം സംഭവിച്ചിട്ടുണ്ട്. സാധാരണഗതിയിൽ വിഷ്ണു എന്ത് വേണം എന്ന് പറയുള്ളൂ. ഇവിടെ അദ്ദേഹം പറഞ്ഞു എന്ത് വരം വേണം അത് തരാമെന്ന് ആദ്യം തന്നെ പറഞ്ഞു. സാധാരണ ശിവനും ബ്രഹ്മാവുമാണ് ഇങ്ങനെ പറയാറുള്ളത്. ഇവിടെ ഇദ്ദേഹം അത് പറഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ അതിഥി അവരോട് ചോദിക്കുകയാണ്. ഇനി നമുക്ക് അടുത്തയിലേക്ക് കിടക്കാം. സമയം കഴിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെറുതായിട്ട് പറയുന്നത്. നമസ്കാരം.